ലക്കും ലഗാനുമില്ലാതെ പ്രവർത്തിച്ചു വന്ന ചില യൂട്യൂബർമാർക്ക് ഇപ്പോൾ കഷ്ടകാലമാണ്. പോലീസ് കർശന നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു. വിവാദ യൂട്യൂബർ തൊപ്പി ഇപ്പോഴും ഒളിവിലാണെങ്കിലും കൂടെയുണ്ടായിരുന്ന മമ്മു പോലീസ് കസ്റ്റഡിയിലാണ്. ലൈവിനിടെ ലഹരി കണ്ടെത്തിയതിനു പിന്നാലെ എന്റെ കാസറ്റ് യൂട്യൂബ് ചാനൽ നടത്തിയ അബ്ദുൾ ഹക്കീമും കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ വീണ്ടും വീഡിയോ ഇട്ട രാജൻ ജോസഫും പോലീസ് വലയിൽ തന്നെ. നിയന്ത്രണം വേണ്ടേ യൂട്യൂബ് ഉടമകൾക്കും ഉള്ളടക്കങ്ങൾക്കും? കാണാം കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട്, വലയിലാകുന്ന നെറ്റിസൺസ്. കാറ്റുപോലെ എങ്ങോട്ടാ എന്ന പുതിയ മലയാള ഗാനം പോലെയായിരുന്നു ചില യൂട്യൂബേഴ്സ് എങ്കിലും ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ടോ എന്ന് പോലും സംശയിക്കാവുന്ന രീതിയിൽ പാറി പറന്നുള്ള ഒരു പോക്ക്. അല്പം വൈകിയാണെങ്കിലും അതിനൊരു കടിഞ്ഞാണിടാൻ ശ്രമിക്കുകയാണ് കേരള പോലീസ്. അടുത്തിടെ നടന്ന ചില സംഭവങ്ങളാണ് അതിനുള്ള ആധാരം. ആദ്യത്തെ കേസ് തൊപ്പി തന്നെ. ഗെയിമിംഗ് ലൈവ് സ്ട്രീമിംഗിലൂടെയാണ് തൊപ്പി എന്ന നിഹാദ് അറിയപ്പെട്ടിരുന്നത്. യുവതലമുറയെ വലിയ രീതിയിൽ സ്വാധീനിക്കാനായി ഉപയോഗിക്കുന്ന വാക്കുകളിൽ തുടക്കം മുതൽ തന്നെ വിമർശനമുയർന്നു. പലപ്പോഴും പരിധി ലംഘിച്ചു. ഒടുവിൽ യൂട്യൂബിലൂടെ ലഭിക്കുന്ന വരുമാനം പങ്കുവയ്ക്കുന്നതിലെ തർക്കം ഗ്രൂപ്പിൽ വിള്ളലുണ്ടാക്കി. പിന്നീട് നടന്ന തുറന്നു പറച്ചിലുകളിൽ ലൈംഗിക ചൂഷണം മുതൽ വ്യാപക ലഹരി ഉപയോഗം വരെ. സംഘാംഗങ്ങളായ ഷമീറും മമ്മുവും നിഹാദിനെതിരെ യൂട്യൂബ് ലൈവിൽ വന്നു. നിഹാദിനെതിരെ പോലീസ് കേസെടുത്തു. സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു എന്നതാണ് കേസ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞപ്പോൾ ശാരീരിക അവശതകളുണ്ടെന്ന് പറഞ്ഞു തൊപ്പി പിന്നീട് മുങ്ങുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. വിദേശത്തേക്ക് കടന്നതായുള്ള സൂചനയും തള്ളുന്നില്ല. യുവതിയെ അധിക്ഷേപിച്ചുവെന്ന കേസിൽ മമ്മു എന്ന മുഹമ്മദ് അറസ്റ്റിലായി. ലൈവ് സ്ട്രീമിംഗിനിടയിൽ ഗായകൻ ഹനാൻ ഷയെ പരാമർശിച്ചുകൊണ്ട് സുഹൃത്തിന്റെ ഭാര്യയെ അധിക്ഷേപിച്ചു. ആരെക്കുറിച്ചും എന്തും പറയാമെന്ന അവസ്ഥ. ഇന്നിപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ, ആൻഡ്രോയിഡ് ഫോൺ കയ്യിലുള്ളവരെല്ലാം മൊബൈൽ ജേർണലിസ്റ്റുകളായി മാറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ ജേർണലിസ്റ്റുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടത് ക്ലിക്കാണ്. അത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന അവസ്ഥയിൽ ഏറ്റവും മോശമായ മ്ലേച്ഛമായ കാര്യങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കാൻ ആളുകളുടെ എണ്ണം കൂടും എന്നുള്ള ഒരു സ്വാഭാവികമായ അവസ്ഥയിൽ ആണിപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ആരെക്കുറിച്ചും എന്തും പറയാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. യാതൊരു പരിശീലനവും കിട്ടിയിട്ടില്ലാത്ത ആളുകൾ, അവരാണ് മാധ്യമപ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പല വീഡിയോകളും കണ്ട് അയ്യേ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയ എത്ര അനുഭവങ്ങളുണ്ട്. സ്വന്തം ലൈവിൽ തന്നെയാണ് എന്റെ കേസറ്റ് എന്ന യൂട്യൂബ് ചാനൽ നടത്തിയ അബ്ദുൾ ഹക്കീം എന്നയാളുടെ മുഖംമൂടി അഴിഞ്ഞു വീണത്. ലഹരി മാഫിയയ്ക്കെതിരെയും അനീതിക്കെതിരെയും സമൂഹ മാധ്യമങ്ങളിലൂടെ സംസാരിച്ചിരുന്ന ആളാണ് അബ്ദുൾ ഹക്കീം. ലൈവിലൂടെ ലഹരി ഉപയോഗിച്ചതിന് ഇപ്പോൾ ഷാർജ പോലീസിന്റെ കസ്റ്റഡിയിൽ. ലഹരി ഉപയോഗിക്കുന്ന സമയം ലൈവ് ഓണായതാണെന്ന് കണക്കാക്കുന്നു. തീർന്നില്ല. രാജൻ ജോസഫ് എന്ന യൂട്യൂബർ കോൺഗ്രസ് നേതാവായ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ വീഡിയോ ചെയ്ത് വീണ്ടും അറസ്റ്റിലായി. ഒരു തവണ അറസ്റ്റിലായി ജാമ്യം ലഭിച്ചപ്പോൾ നൽകിയ എല്ലാ ജാമ്യ വ്യവസ്ഥകളും കാറ്റിൽ പറത്തിയാണ് അന്ന് തന്നെ വീണ്ടും അധിക്ഷേപിച്ച് വീഡിയോ ഇട്ടത്. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാതിയിൽ പോലീസ് ഉടൻ തന്നെ വീണ്ടും അറസ്റ്റ് ചെയ്തു. 2025 സെപ്റ്റംബർ മാസം മുതലാണ് ഇയാൾ എനിക്കെതിരെ വീഡിയോ ചെയ്തു തുടങ്ങിയത്. അന്ന് ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു. CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടിരിക്കുകയാണ് എനിക്കെതിരെ വളരെ മോശമായിട്ടുള്ള വീഡിയോസ് അയാൾ ചെയ്തത്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ അയാൾ ചെയ്യുകയാണെങ്കിൽ ആ 10 മിനിറ്റും അയാൾ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടേയിരിക്കും. അയാളും ഒരു സിബി എന്ന് പറയുന്ന മറ്റൊരാളും ചേർന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ എല്ലാം പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഒരു നീതി ലഭിച്ചു എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തി നിൽക്കുന്നത്. മറ്റൊന്ന് കാസർകോട്ടെ യൂട്യൂബർ ഖാദർ കരിപ്പൊടി. വധശ്രമക്കേസിൽ ഇപ്പോഴും ഒളിവിലാണ്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ മർദ്ദിക്കുകയായിരുന്നു. പ്രതി സ്ഥിരം കുറ്റവാളിയാണെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ ഖാദറിന്റെ തള്ളി. മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നതടക്കം 7 കേസുകൾ ഇയാൾക്കെതിരെ ഒരു പോലീസ് സ്റ്റേഷനിൽ മാത്രമുണ്ട്. യൂട്യൂബിൽ 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഖാദറിനുള്ളത്. കണ്ടന്റ് ഉൽപ്പാദിപ്പിക്കാനാണെന്ന പേരിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? അത് മറ്റൊരു യൂണിവേഴ്സാണെന്ന് പറഞ്ഞു പോകാം. പക്ഷേ നിയമത്തിന്റെ പിടിവിട്ടു പോകരുത്. കർശനമായ നിരീക്ഷണവും തെറ്റുതിരുത്തലും നടക്കണം. അത് മറ്റൊരു ലോകമാണെങ്കിൽ അവിടെ രാസലഹരി ഉപയോഗിക്കുന്നുണ്ടോ,
അല്ലെങ്കിൽ ഇവർ തെറ്റിപ്പിരിഞ്ഞു പോകുമ്പോൾ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നെല്ലാം ഗൗരവമുള്ള പരിശോധന പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെ പച്ചത്തെറി പറഞ്ഞല്ല ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് എന്ന ബാലപാഠമെങ്കിലും ബോധ്യപ്പെടുത്തണം. വിപിൻ സി വിജയൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.